ഹലോ ആർമി, വി ആർ BTS. നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ജാൻജി കുക്സു ആൻഡ് നിസുഗുറി. ഗൈസ്, ഇന്ന് നമ്മളുടെ ഹെഡ് ഷെഫ് എന്ന് പറയുന്നത് ജിന്നാണ് ഗൈസ് ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യുന്നത്. അവനാണ് കുക്കിൽ ഏറ്റവും നല്ലത്. ഗൈസ്, ജിന്നായിരിക്കും ഇന്നത്തെ ഹെഡ് ഷെഫ്. നമ്മളായിരിക്കും ഇന്നത്തെ അവൻ്റെ സഹായികൾ. ഞാൻ എൻ്റെ കൂടെ നിൽക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജാൻജി കുക്സു ആൻഡ് കുടിക്കാൻ നിസുഗുറി. ആദ്യം നമ്മൾക്ക് ഗ്ലൗസ് ഇടാം. നിങ്ങൾക്കറിയോ അവൾ എന്തിനാ വിരുന്ന് നൂഡിൽസ് എന്ന് വിളിക്കുന്നത്? കാരണം നീ വരുന്ന ദിവസങ്ങളിൽ അതൊക്കെ തിന്നും. നിനക്കറിയോ, പണ്ട് കാലങ്ങളിൽ വരുന്ന ദിവസത്തിൻ്റെ അന്ന് വില്ലേജസ് ഈ നൂഡിൽസ് ഒപ്പം ഇരുന്ന് തിന്നുമായിരുന്നു. അത് ശരിയാ, അതും അങ്ങനെ വിളിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞാൽ അതിന് കുറച്ച് ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങൾ പാട്ടി നൂഡിൽസ് എടുക്കുന്നത്. പാട്ടി നൂഡിൽസ് എൻ്റെ നോക്ക്. ഓ, നിങ്ങൾ ചെയ്യുമ്പോൾ കൈ മുറിയാണ് നോക്കണേ. സോ പ്ലീസ് കെയർഫുൾ. ഇത് പാത്രത്തിലോട്ടൊന്ന് മാറ്റുമോ? ഞാനിത് എവിടെ വെക്കാനാണ്? ഇത് ഇതിലോട്ട് വെച്ചോട്ടെ? വേണ്ട, അത് അതിലോട്ട് വെച്ചോ. ഓക്കെ. ഈ കട്ടുമ്പോൾ ഭയങ്കര ചെറുതാണ്, ഇതിൽ വെട്ടാൻ പറ്റണില്ല. ഈ ആംഗിളിലാണ് ഇത് വെട്ടാൻ. ഓക്കെ. ഓ ആർമി, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? എന്നെ സിലി കാണാമോ? ഐ ആം റെഡി. സോ അല്ല ജിമിനെ, ഈ ക്യാരറ്റും കൂടെ ഒന്ന് കട്ട് ചെയ്തോളൂ അതേമാതിരി. ഓക്കെ. അത് അവിടെ ഒരു കട്ടിംഗ് ബോർഡ്. ഓ, ഇതെന്താ പിങ് പോങ് പാറ്ററാണോ? ഗൈസ്, ഇത് ഭയങ്കര വലുതാണ്. എൻ്റെ കുക്കിംഗ് സ്റ്റൈലൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് വേണ്ട സോസും ഉണ്ടാക്കൂ. നീ ഇത് കണ്ടോ? ഇത് ഇതേമാതിരി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്യുക. കണ്ടോ? ഇതേമാതിരി കട്ട് ചെയ്യുക. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓ ഓ ഓ, ഇങ്ങനെയാണ് കട്ട് ചെയ്യുക. ഓ ഓ ഓ, വാ. അത് എവിടെ നോക്കണം? ഇത് എവിടെ വന്നിട്ടുണ്ട്? ഓക്കെ. ഓ ഗൈസ്, ചിമ്മിനെ നീ ക്യാരറ്റും കൂടെ ഒന്ന് കട്ട് ചെയ്യണേ. നിൻ്റെ സമയം എടുത്തോട്ട് കട്ട് ചെയ്യാനും. ഗൈസ്, നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാം. ഗൈസ്, നമ്മൾ ജാൻജി കുക്സു സീസണിങ് സോസാണ് ഉണ്ടാക്കുന്നത്. ഓ, ഇതിങ്ങനെയാണ് കട്ട് ചെയ്യുക. ഗൈസ്, എനിക്ക് കട്ട് ചെയ്യുമ്പോൾ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഗൈസ്, നമുക്ക് ഇതിലോട്ട് ഷുഗറും പിന്നെ കുറച്ച് ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ, ഈ കുക്കിംഗ് വെയർ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ ഷെഫ്മാരെ പോലെ ഉണ്ടാകും. ജിമ്മി, ഇതൊന്നും കെട്ടിത്തന്നോ? എന്ത്? ഇതോ ഞാൻ കെട്ടിത്തരാലോ. പിന്നെ ജിമ്മിന് ഉണ്ടല്ലോ, ആ ക്യാരറ്റാണ് ഫസ്റ്റ് നോക്കേണ്ടത് ഗൈസ്. അപ്പോൾ അതൊന്നും ആവശ്യം ഉണ്ടായിരുന്നത്. ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കറക്റ്റ് ചെയ്യാമല്ലോ. ജിമ്മി, ആ ക്യാരറ്റൊക്കെ എവിടെയാ? ഗൈസ്, ഇതിലോട്ട് നമുക്ക് സീസൺ സീഡ്സ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്യുന്ന സോയാ സോസും ഷുഗറുമാണ് കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. നമുക്ക് വെള്ളം ഒഴിച്ചാലോ? അത് വേണ്ട, ആദ്യം നമുക്ക് ബീഫ് ബിസ്ക്കറ്റ് ഉണ്ടാക്കണം. എനിക്കിത് ഒഴിക്കാൻ പറ്റുക. ആദ്യം ക്യാരറ്റ് ആവേണ്ടതെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം തിളക്കാൻ വെക്കാം. നമുക്ക് ക്യാരറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് വേഗം ഇതൊന്ന് ആയിക്കിട്ടാൻ. ചില ആൾക്കാർക്കുണ്ടല്ലോ ക്യാരറ്റ് എനിക്ക് ഇഷ്ടമല്ല. എനിക്കൊന്നും അത് ഇഷ്ടമുണ്ടായിരുന്നില്ല. നമുക്ക് ഓർമ്മ ഉണ്ടോ, നമ്മൾ ടൂർ പോകുന്ന സമയത്ത് നമുക്ക് ഏത് ഫുഡാണ് ഇഷ്ടം? എനിക്ക് കിംചി സ്റ്റൂ ആണ് വേണ്ടിയിരുന്നത്. ഈ ക്യാരറ്റ് കുറച്ച് വലുതായി പോയോ? കുറച്ച് തിക്കുള്ള മാതിരി തോന്നുന്നു. ഓ നോ, അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യും? ഗൈസ്, ഈ ക്യാരറ്റ് കൂടുതലായിട്ട് ഇതാണ്ട്. ഞാനിതൊക്കെ ഉണ്ടല്ലോ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കലുണ്ട്. അതുകൊണ്ടാട്ടോ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയണത്. അതിൽ ഓയിൽ കുറച്ച് കൂടിപ്പോയി തോന്നുന്നു. ടിഷ്യൂ വെച്ച് എടുത്ത് നോക്കാം. ഗൈസ്, ഈ ക്യാരറ്റ് ഇപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ഞാനിതൊന്നും ഇതിൻ്റെ ഹാഫ് ആക്കിക്കോട്ടെ. ഓ, അത് കുറച്ച് വലുതായി പോയോ? നടു മുറിച്ച് നോക്കാം, അപ്പോൾ ശരിയായിക്കോളും. ഓ ഗൈസ്, നമുക്കിതിൻ്റെ ഹാഫ് മുറിച്ച് നോക്കാം. അപ്പോൾ ഇത് ക്യാരറ്റ് കുറച്ച് കൂടുതൽ ഉണ്ടായിക്കോളും കഴിക്കാൻ. നമുക്കിനി ഇതിലോട്ട് വെള്ളം ഒഴിക്കാം. ഗൈസ്, ക്യാരറ്റ് ഇപ്പോൾ ഡബിളായിട്ട് മാറിയിട്ടുണ്ട്. ഗൈസ്, ഓക്കെ. ഇനി നമുക്ക് ബ്രോത്ത് ഉണ്ടാക്കാം. ഗൈസ്, ഇത് കുറച്ച് തിക്കായിപ്പോയി. ഞാനത് ഹാഫാക്കിയപ്പം കുറച്ച് തിക്കാണ്. നമുക്ക് ഇതിലോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് ഓയിൽ പിടിക്കുണ്ടാകും. ഞാൻ ഈ ബുസാൻ സ്റ്റൈൽ മിസാപുരി ഉണ്ടാക്കുന്നത്. ഞാൻ തേഗു സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. തേഗു സ്റ്റൈൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നറിയോ? ഞാൻ വിചാരിച്ചു എനിക്ക് ഉണ്ടാക്കാൻ വയ്ക്കൂല. പ്ലീസ്, ഞാൻ ആദ്യം ഇതിലോട്ട് കുറച്ച് പൗഡർ ആഡ് ചെയ്ത് കൊടുത്താണ്. തേഗു സ്റ്റൈലിന് ആദ്യം മിൽക്കാട്ടോ വേണ്ടത്. ഞാൻ മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നീ ഇതിന് മുമ്പ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിരിക്കണം. ശരിക്കും ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു. ഓ, ഇനി ഇതിലോട്ട് എത്ര ഇടണം? കുറച്ചിട്ടാൽ മതിയോ? ഇതെന്തിനാ ഇടണമെന്ന് അറിയോ? അത് നന്നായിട്ട് കടിക്കാൻ കിട്ടുന്നതിനാണ്. ഫസ്റ്റ് ഞാൻ ഇതിലോട്ട് വാട്ടർ അടിയാൻ പോവാണ്.
വാട്ടർ എന്തിനാ വാട്ടർ ആഡ് ചെയ്യുന്നത്? വാട്ടർ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാക്കും ഇതിന്. ഓ അങ്ങനെ. ആ ഈ പൗഡർ ഭയങ്കരമായിട്ട് പൊടിഞ്ഞ മാതിരിയായല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുമോ? ആ ഈ പൗഡർ വേണം ഈ ഡ്രിങ്കിന് നന്നായിട്ട് ചെയ്യാൻ. ഓ ഞാൻ ഇതിലോട്ട് ഹണിയാണോ അതോ ഷുഗർ ആഡ് ചെയ്യുക? അല്ലേ ഏത് ആഡ് ചെയ്യേണ്ടത്? ഹണി ആയിരിക്കും ബെസ്റ്റ് അല്ലേ? അല്ല ഈ ഷുഗർ ആയിരിക്കും ബെസ്റ്റ്. കണ്ടോ ഇത് നല്ല സ്മെല്ലുണ്ട്. എത്ര ഷുഗർ ഉണ്ടേരും? കുറേ ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാകും. അല്ല നീ എന്താ പ്രാർത്ഥിക്കുകയാണോ ഈ ഹണി ഇടാൻ വേണ്ടിയിട്ട്? അല്ല ഞാനത് എത്ര ഇടണമെന്ന് നോക്കിയതാണ്. ഇതിന് ടേസ്റ്റ് ഉണ്ടാകണ്ടേ. ഞാൻ ഇതിലോട്ട് കുറച്ച് ഐസ് ആഡ് ചെയ്യാണ്. ഈ നൂഡിൽസ് കുക്കായോ? ബ്രോത്ത് റെഡി ആയിട്ടുണ്ട്. കോഫിയോ എന്ത്? ഈ മിസാഗിരി ഈ കളർ ഉണ്ടാകുക? അതൊന്നും അറിയില്ല. ഓ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ഷുഗർ ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും ഞാൻ കുപ്പി ഫുള്ള് കാലിയാക്കിട്ടോ. നമ്മുടെ ബ്രോത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കോഫിയും റെഡിയായി. എൻ്റെ ബേക്കോ സ്റ്റൈൽ കോഫിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിന്ന ഇതൊന്ന് കുടിച്ച് നോക്ക്. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓ ഇൻ്റെതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കട്ടെ ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ. ആ ഇതും കുഴപ്പമില്ല. പക്ഷേ ഇതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നു. ഈ ബേക്കോ സ്റ്റൈൽ ഒട്ടും കൊള്ളില്ല, പക്ഷേ ബുസാൻ സ്റ്റൈൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെന്തോ മാതിരി തോന്നുന്നു. എവിടെ ഞാൻ കുടിച്ചോക്കട്ടെ. വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഓ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഓ അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സിയോൾ സ്റ്റേറ്റ് സാഗരമാണ്. ഈ നൂഡിൽസ് എന്താ കാട്ടണ്ടേ? ഇത് ഏതിലോട്ട് ഇടണ്ടേ? അതിനൊന്നും ഇപ്പോൾ സമയമായിട്ടില്ല, അതൊക്കെ കുറച്ച് ചെയ്യണം. ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടോളൂ. നമ്മളുടെ ന്യൂ ചാപ്റ്റർ റിലീസ്ഡ് ആയിട്ടുണ്ട്. ബുസാൻ സ്റ്റൈലാട്ടോ, കേക്ക് സ്റ്റൈൽ ഒട്ടും കൊള്ളില്ല. എന്തോ ഒരു ചോയ മാതിരി ഉണ്ടായില്ലേ? ഉണ്ടോ? എവിടെ? ഞാൻ നോക്കട്ടെ. ഓ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ കൂടുതൽ ഹണി ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാളും അതാ ടേസ്റ്റ്. അതിന് കുറച്ചുകൂടെ ഇത് ചിന്നയിൽ എന്തൊക്കെ വേറെ ആഡ് ചെയ്തിട്ടുണ്ടോ? ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സിയോൾ സ്റ്റേറ്റ് മിസ്സാഗുരുവാണ്. അത് കാണിച്ചു തരാം. ഈ നൂഡിൽസ് ഇതെങ്ങനെ ഉണ്ടാക്കുക? ആദ്യം ഇതെന്താ കാട്ടണ്ടേ? അത് കുറച്ചേരം വെയിറ്റ് ചെയ്യുക. ഈ വെള്ളം തിളച്ചിട്ടില്ല, എന്നിട്ട് വേണം അതിടാൻ. നമ്മുടെ ന്യൂ ആൽബം പുറത്ത് വരാനായിട്ടുണ്ട്. നിങ്ങൾക്കതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഗൈസ് നമ്മുടെ ആൽബത്തിന് ഫുൾ ലെങ്താണ്, 2 ചാപ്റ്ററായിട്ട് ഉണ്ടാകും. പിന്നെ കുറച്ച് ചേഞ്ചുകളൊക്കെ നമ്മൾ വരുത്തുന്നുണ്ട്. എൻ്റെ സ്റ്റൈൽ മിസ്സാർ അടിയിട്ടുണ്ട്. ഇതെന്താ? അതിനെന്താ കുഴപ്പം? അല്ലാതെ പുട്ടല്ല, എന്നാലും എന്തോ ഒരു ടേസ്റ്റിൻ്റെ എന്തോ ഒരു ഇത്. ഞാൻ കുറിച്ച് നോക്കട്ടെ. ഓക്കെ ഇത് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇത് പച്ച വെള്ളത്തിൽ ഉണ്ടാക്കിയ മാതിരി ഉണ്ട് ഗൈസ്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഗൈസ് നമ്മളുടെ നൂഡിൽസ് കുക്കായി നോക്കാൻ ഈ കട്ടിംഗ് ബോർഡിക്ക് ഇട്ടാൽ മതി. അതെങ്ങനെ ഇട്ടു? 1 2 3. ഓ ഇത് കുക്കഡായി. ഇതാണ് കുക്കഡാണ്. നോക്കി നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ. ഇത് കുക്കായിട്ടില്ല. അവിടെ വെക്ക്. നമ്മുടെ നൂഡിൽസ് കുക്കഡായിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ വാൾമൊക്കെ ഇട്ടോക്കട്ടെ, അത് കുക്കഡായിക്കണല്ലേ നോക്കാൻ. നീ ഒന്ന് ഇട്ടോക്ക്, ചിലപ്പോൾ സ്റ്റിക്കായാലോ. ഓ അവിടേക്കാണോ? അവിടെ തന്നെ നോക്കി. അത് നടക്കില്ല. ഗൈസ് നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഈ വുഡിൻ്റെ ടേസ്റ്റാണ് അതിമ്മക്കൂടി വരുന്നത് ഗൈസ്. ദിസ് വുഡ് ഗൈസ്. ഞാനിതൊന്ന് ബ്രോത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഇതാണെങ്കിൽ മെറ്റലിൻ്റെ ടേസ്റ്റാണ്. ഓ നോ, ഞാൻ നൂഡിൽസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ ഗൈസ്, ഇത് കുക്കഡ് ആയിക്കണോ? നമുക്കത് മാറ്റി വെക്കാം. ഓക്കെ ഞാൻ എടുക്കാം. നമുക്കത് ഇനി കോൾഡ് വാട്ടറിൽ വെക്കണം. ഗൈസ് വീ കാണിക്കണോ നോക്ക്. എന്താണ് നീ കാണിക്കുന്നത്? ഇപ്പം താഴെ പോയേനെ.
നീ എന്നെ ഇവിടെ ക്ലീൻ ആക്കേണ്ടി വന്നിരുന്നു ഗൈസ്. ഗൈസ് നമുക്ക് നമ്മുടെ ഫിനിഷിലോട്ട് കിടക്കാം. ഗൈസ് നമുക്ക് ആദ്യം ഒരു ഗ്ലൗസ് ഇടണം. നമുക്ക് നമ്മുടെ നൂഡിൽസ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് പ്ലേറ്റിലോട്ട് വെക്കാം. അത് കാണുമ്പോൾ തന്നെ ഗൈസ് ഒരു കുളിർമയാണ്. ഓ പ്ലേറ്റിങ് ചെയ്യുന്നത് എനിക്കെല്ലാം ഇഷ്ടാട്ടോ. ചെമ്മീൻ ഞങ്ങൾക്ക് ആ പ്ലേറ്റ് യൂസ് ചെയ്യാം. ഞാൻ വെക്കുന്നത് കണ്ടോ. ഓ ഗൈസ് ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് ഞാൻ താങ്ക് യു പറയുന്നു. ഓ ഇങ്ങനെയാണ് വെക്കുക. ഓ കാണാൻ നല്ല രസമുണ്ട്. നിങ്ങൾക്കും ആ ലാഡിലൊന്ന് കൊണ്ടാ. ഇതാ പിടിച്ചു. ഓ നമുക്ക് ഈ ബ്രോത്ത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ഇടുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാൻ. നമുക്കിനി ഇതൊന്ന് കഴിച്ച് നോക്കാം. ആദ്യം ഫോട്ടോ എടുക്കട്ടെ, എന്നിട്ട് മതി കഴിക്കലൊക്കെ. ഇത് കൊറിയൻ സ്റ്റൈൽ കുസിൻ പോലെ ഉണ്ട് കാണാൻ. ഞാൻ കഴിച്ചോക്കട്ടെ. ഓ എവിടെ എനിക്കുണ്ടോ. ഓ ഇത് ഭയങ്കര ചൂടാണല്ലോ. ഞാനിതൊക്കെ വീട്ടിലുണ്ടാക്കലുണ്ട്. ഓ ഞാൻ ടേസ്റ്റ് ചെയ്തോക്കട്ടെ. ഓ എനിക്കും അത് കൊണ്ടാ. ഓ ഈ ബീഫ് ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നല്ല സ്വാദുണ്ട് കേട്ടോ. ഈ കിംച്ചി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊരിക്കലും ബാഡാണെന്ന് ഞാൻ പറയില്ല. ഈ ജഡ്ജ്മെൻ്റ് അഭിപ്രായം കേൾക്കാൻ നമ്മൾ കാല് വരെ പിടിക്കണം. ഗൈസ് എൻ്റെ ഒരു അവസ്ഥ. ഗൈസ് ഇവരൊക്കെ ജഡ്ജ്മെൻ്റ് പറയാൻ നിന്ന് എന്നെയാണ് തല്ലാനും. നല്ല ടേസ്റ്റ് ഉണ്ടോയെന്ന് നോക്കിയിട്ടൊന്ന് പറയുമോ? കുറച്ചുകൂടെ കഴിച്ചു നോക്കട്ടെ ഈ ഡിഷ്. സർവൈവഡ് ഇറ്റ്സ് സോ ഗുഡ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ താങ്ക് യു. ഉണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. കുഷൻ എന്ത് കുഷൻ? ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാം. അവസാനം ഞങ്ങൾ വിട പറയാൻ പോവുകയാണ്. ടാറ്റാ ബൈ.